മറ്റു വാർത്തകളിലേക്ക് പോകാം. ഗവർണറുടെ പരിപാടി നടക്കുന്ന ഇടുക്കിയിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. നേരത്തെ നാം കണ്ടതുപോലെ SFIയുടെ ബാനറുകൾ അടക്കം ഉള്ള പ്രതിഷേധങ്ങൾ, കരിങ്കൊടി അടക്കമുള്ള പ്രതിഷേധങ്ങൾ, ഒപ്പം LDFന്റെ ഹർത്താലും ഇടുക്കി ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആൻ്റണി ചേരുകയാണ്. ബിനീഷ്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സമരപരിപാടികൾ? ഗവർണർ പരിപാടി കഴിഞ്ഞ് പോയോ? എവിടെയൊക്കെയാണ് ഗവർണർക്ക് പ്രതിഷേധം നേരിടേണ്ടി വന്നത്? മറ്റു വിശദാംശങ്ങൾ. വെങ്ങല്ലൂർ, ഷാപ്പുംപടി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. കരിങ്കൊടിയായി റോഡിലേക്ക് വാഹനത്തിന്റെ അടുത്തേക്ക് ഓടിയെടുക്കുകയായിരുന്നു. എന്നാൽ പോലീസ് എത്തി മാറ്റാൻ ശ്രമിച്ചെങ്കിലും പല ഈ SFI പ്രവർത്തകരും ഓടി വാഹനത്തിന് മുന്നിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഈ ഗവർണർ വാഹനം വിട്ട് പുറത്തിറങ്ങി ഈ കരിങ്കൊടിക്കെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിനെതിരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഗവർണർ വീണ്ടും വാഹനത്തിൽ കയറിയത്. ഏതായാലും പരിപാടി കഴിഞ്ഞ ശേഷം ഗവർണർ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസിലേക്കും വ്യാപക പ്രതിഷേധമാണ് ആ പരിസരത്ത് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും തിരികെ പോകുന്ന വഴിയും ഈ പ്രതിഷേധത്തിന് ഒരു അയവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വ്യാപക പ്രതിഷേധം തന്നെ നടത്താൻ തന്നെയാണ് SFI നേതാക്കളുടെയും അതോടൊപ്പം തന്നെ LDFന്റെ എല്ലാം തന്നെ തീരുമാനം. SFI പ്രവർത്തകർ ഇപ്പോഴും ടൗണിൽ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. ഗവർണർ വരുന്ന വഴി തന്നെ ഈ വേദിക്ക്, അതായത് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന വേദിക്ക് മുമ്പിൽ തന്നെ കരിങ്കൊടി ബാനർ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. വൻപിച്ച ഒരു കനത്ത സുരക്ഷ തന്നെയാണ് പോലീസ് ഒരുക്കിയെങ്കിലും പല സ്ഥലങ്ങളിൽ, വേങ്ങല്ലൂർ, ഷാപ്പുംപടി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ പല മേഖലകളിലും തന്നെ ഈ SFI പ്രവർത്തകരും DFI പ്രവർത്തകരും കരിങ്കൊടിയായി ഈ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു. ഏതായാലും ഈ പോലീസ് സുരക്ഷ ഒരുക്കിയെങ്കിൽ തന്നെയും പല ഇടുക്കി ജില്ലയിലെ ഈ ജില്ലാ അതിർത്തി കടന്നു പോകുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ വ്യാപക പ്രതിഷേധം തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും പല ഭാഗങ്ങളിലും ഗവർണർ ഈ വെല്ലുവിളിയെല്ലാം നേരിട്ട് ഈ ഗവർണർ സ്ഥലത്തെത്തി ഈ കരിങ്കൊടി കാണിച്ച പ്രവർത്തകർക്ക് നേരെ വാഹനത്തിൽ ഇറങ്ങി അഭിവാദ്യം ചെയ്യുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏതായാലും ഈ പല മേഖലകളിൽ ഇനിയിപ്പോ ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് തിരികെ പോകുമ്പോൾ പോലീസ് കനത്ത സുരക്ഷ ഒരുക്കി തന്നെയാണ് ഈ ഗവർണറെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത്. കാരണം ഈ വന്ന വഴി ഇനിയും തിരികെ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെയും വലിയൊരു പ്രതിഷേധം തന്നെ നേരിടുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ പോലീസിന് വലിയ സുരക്ഷ ഒരുക്കേണ്ടി വരും എന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ പോലീസ് ഈ മുൻകരുതലായി ബാരിക്കോഡുകളൊന്നും സ്ഥാപിക്കാൻ സാധിച്ചില്ല. എന്നാൽ പെട്ടെന്ന് ചില സ്ഥലങ്ങളിൽ ബാരിക്കോഡ് സ്ഥാപിച്ചെങ്കിലും ഈ ബാരിക്കോഡെല്ലാം മറികടന്നാണ് ഈ പ്രവർത്തകർ ഗവർണർക്ക് നേരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പോലീസ് ഉണ്ടെങ്കിൽ തന്നെയും പ്രവർത്തകരെ പല മേഖലകളിലും പിടിച്ചു നിർത്തിയെങ്കിലും തന്നെയും പല പ്രവർത്തകർ ഈ പോലീസിനെ കണ്ടുപിടിച്ച് ഈ ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണ് പ്രതിഷേധം അറിയിക്കാൻ തുനിഞ്ഞത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഏതായാലും ഗവർണർ തിരികെ പോകുമ്പോൾ അത്തരത്തിലൊരു സുരക്ഷ, അല്ലെങ്കിൽ ഈ വന്ന വഴിയല്ലാണ്ട് പോലീസ് കൃത്യമായി ആലോചിച്ച് വേറെ വഴിയിൽ കൊണ്ടുപോകാൻ ആണ് ഒരു തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഈ വന്ന വഴി തന്നെ തിരികെ പോകുമ്പോൾ വീണ്ടും പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ജിംഷാദ്, തീർച്ചയായും ഇതിനോട് സാധാരണഗതിയിലുള്ളതുപോലെ, കാരണം നേരത്തെ ഗവർണർ ഈ പ്രതിഷേധങ്ങളോടൊക്കെ വലിയ ശക്തമായ ഭാഷയിൽ ഇറങ്ങി വന്ന് പ്രതിഷേധിക്കുന്നതൊക്കെ നാം കണ്ടതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ രീതി ഇന്ന് പിന്തുടർന്നോ എന്നുള്ളതാണ്. കാരണം ഗവർണർ പോകുന്ന വഴിയിലെല്ലാം പ്രതിഷേധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ നിന്ന് പിന്മാറില്ല എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഗവർണറും പറഞ്ഞൊരു സാഹചര്യത്തിൽ ആ വഴിയിൽ ആകെ സംഘിക്കാന് സ്വാഗതമില്ല എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു SFIയുടേത്. വഴിനീളെ കരിങ്കൊടി. പോരാത്തതിന് LDFന്റെ ഹർത്താലും ജില്ലയിൽ ആകമാനം പുരോഗമിക്കുകയാണ്. പക്ഷേ ഇതിനെതിരെ ചില വ്യാപാരികളൊക്കെ രംഗത്തെത്തിയിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഈ പല മേഖലകളിലും ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപനം രാവിലെ മുതൽ ഈ ഹർത്താൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ വലിയ തടസ്സമില്ലാതെ സമാധാനപരമായി തന്നെയാണ് LDF ഹർത്താൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ തൊടുപുഴയെ പ്രതീക്ഷിച്ച് ഈ ഗവർണർ വരുന്ന, അല്ലെങ്കിൽ ഈ ഭൂഭേദഗതി ബില്ല് ലേറ്റാക്കുന്ന ഗവർണറുടെ നടപടിക്ക് വലിയൊരു പ്രതിഷേധം തന്നെ മുൻപും ഉയർന്നു വന്നിരുന്നു. ആ പ്രതിഷേധമായാണ് ഇപ്പോൾ ഈ ഹർത്താലായി ഉടലെടുത്തത്. കാരണം ഇടുക്കി ജില്ലയിലേക്ക് വീണ്ടും ഈ ഗവർണർ വരുന്നത് വലിയൊരു വെല്ലുവിളിയായിട്ട്, അല്ലെങ്കിൽ അതാണ് ഈ LDFനെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് CPM പ്രവർത്തകരും DYFI പ്രവർത്തകരടക്കം ഇന്ന് ഈ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കാരണം അതല്ലാണ്ട് തന്നെ ഈ തൊടുപുഴയിലെ വലിയൊരു പ്രതിഷേധ പ്രകടനം തന്നെ ഉണ്ടായി. കൂടാതെ ഈ DYFIയുടെ കരിങ്കൊടി പ്രതിഷേധം എല്ലായതോടെ ഗവർണർ യാതൊരു ഒത്തും പഠിക്കാതെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. എന്ത് വെല്ലുവിളി നേരിടും എന്നാണ് ഗവർണർ പറഞ്ഞത്. ഏതായാലും ഈ ഭൂഭേദഗതി ബില്ല് കൃത്യമായി പരിശോധിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും സർക്കാരിന് സമർപ്പിച്ചത്. കാരണം ഈ ഭൂഭേദഗതി ബിൽ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ വീണ്ടും ഈ
കൽക്കോറികൾ അതോടൊപ്പം തന്നെ ഈ പാർട്ടി ഓഫീസുകളെല്ലാം തന്നെ വീണ്ടും പണിയും എന്നുള്ളൊരു ഈ പരിസ്ഥിതിവാദികളുടെ ഒരു പരാതിന്മേലാണ് വീണ്ടും ഈ സർക്കാരിന് പുനഃപരിശോധിക്കണം എന്ന് ഈ ഗവർണർ വീണ്ടും ആവശ്യപ്പെട്ടു. ഇതെല്ലാം തന്നെയാണ് ഈ CPM-നെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇത്രയേറെ ബില്ലിലേറ്റായി കഴിഞ്ഞാൽ അത് ഇടുക്കിയിലെ ഏറെക്കുറെ കർഷകർക്ക് ബാധിക്കും എന്നുള്ള രീതിയിലെല്ലാം തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം തന്നെയാണ് ഇപ്പോൾ ഈ CPM-ന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഹർത്താലിനും ആഹ്വാനം ചെയ്ത ഇപ്പോൾ ഗവർണർക്കെതിരെ വലിയൊരു പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനിടയായത്. ഏതായാലും ഇപ്പോഴും ഇങ്ങനെ ഈ ഗവർണർ തിരികെ പോകുമ്പോഴും അത്തരത്തിലൊരു പ്രതിഷേധം തള്ളിക്കളയാനാവില്ല. വളരെയേറെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് തൊടുപുഴ ടൗണിൽ കാണാൻ സാധിച്ചത്. ശരി ബിനീഷ് ആന്റണിയാണ് ഇടുക്കിയിലെ സമഗ്ര ചിത്രം നൽകിയത്. വലിയ പ്രതിഷേധം ഗവർണർക്കെതിരെ. ഇനി കാണാം കായിക വാർത്തകൾ.